ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ. ഞാൻ ഇരുന്ന് തരാം. എത്ര നേരമാണ് ഇരുന്ന് തരാം? എൻ്റെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് നാളിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്നിട്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ ആർക്കൊക്കെ? ഒന്ന് ബി ജെ പി എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ബി ജെ പിയുടെ ജന്മഭൂമി പത്രം കരിമണൽ കമ്പനിക്ക് വേണ്ടി ലേഖനം എഴുതി, മുഖപ്രസംഗം എഴുതി. അക്കാര്യത്തിനകത്ത് അതിന്റെ ചീഫ് എഡിറ്ററെ പിരിച്ചുവിട്ടു, ഹരീഷ് കർത്തയെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഇപ്പോൾ ഗവർണറുടെ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ വിളിച്ചോ? പ്രത്യക്ഷത്തിൽ തെളിഞ്ഞതാണ്. എന്താ തെളിഞ്ഞത്? ബി ജെ പിക്കാർക്ക് കരിമണൽ കമ്പനിയായിട്ട് ബന്ധം. ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിക്കുന്ന ലേഖനം വന്നു. ഇതൊക്കെ 10 ദിവസമായി ശ്രീ അനിൽകുമാർ എന്നോട് തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞ ന്യായങ്ങളാണ് ശ്രീ അനിൽകുമാർ. എല്ലാ പാർട്ടികളെ കുറിച്ചും എല്ലാം അറിയാമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുമുള്ള ഒരു ചോദ്യത്തിന് ശ്രീ അനിൽകുമാർ മറുപടി പറയും. നിങ്ങൾക്ക് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, സമ്മതിച്ചു. ഇതൊക്കെ ഞങ്ങൾ 10 ദിവസമായി കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരു തവണ പറയൂ, മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ അറിയാമോ? അത് ഉത്തരം പറ. അതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. 12 മിനിറ്റായി താങ്കൾ മനസ്സിലാക്കി തരികയാണ്. 12 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര പറ്റാത്ത ഉത്തരമാണോ അത്? ഞാൻ പറയാം. ഷാനി ഇടയ്ക്ക് എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഈ പരിപാടിക്ക് തുടരില്ല. ഷാനി ഇനി ഈ പരിപാടി തുടർന്നാൽ ഞാൻ തുടരില്ല. അനിൽകുമാർ, ഇത് മര്യാദകേടാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. വേറെ ഒന്നുമല്ല, 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം ശ്രീ അനിൽകുമാറിനോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്ക് ഇറങ്ങി പോകാനാണ് സൗകര്യം, നമുക്കറിയാം. ഞങ്ങൾ കാണുന്നതാണല്ലോ. താങ്കളുടെ ഭാഗമല്ല പറയുന്നത് ശ്രീ അനിൽകുമാർ. താങ്കൾ താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്രയും സമയമായി 1 മിനിറ്റ് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളോട് അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മറുപടി പറഞ്ഞിട്ടേ ഇല്ല. താങ്കൾ താങ്കളുടെ പാർട്ടിയാണ് മോശമാക്കുന്നത്. അതെങ്ങനെയാണ്? താങ്കൾ മറുപടി പറയാൻ തുടങ്ങുന്നു, ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു, BJP കുറിച്ച് പറയുന്നു, മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു, പ്രസാദിയെ കുറിച്ച് പറയുന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മുഖ്യമന്ത്രിയുടെ എന്റെ ചോദ്യം ഞാൻ വ്യക്തമാക്കുന്നു. താങ്കൾ എങ്ങനെ പിണങ്ങിയാലും പരിഭവിച്ചാലും ആ ചോദ്യം ആവർത്തിച്ച് ഞാൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിനെ കുറിച്ച് CPM അറിയാമോ? ആ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ ഉത്തരം പറയാനിരിക്കുന്നു. ഇനി ഇടപെട്ടാൽ ഞാൻ ചർച്ചയിൽ 2 മിനിറ്റ് താങ്കൾക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാം. 2 മിനിറ്റിൽ പറഞ്ഞോളൂ. 14 മിനിറ്റും താങ്കളാണ് സംസാരിച്ചത്. 2 മിനിറ്റിൽ താങ്കൾ ദയവായി ആ ചോദ്യത്തിന് മറുപടി നൽകണം. ഉത്തരം ഞാൻ പറയാൻ അനുവദിച്ചില്ല. ചർച്ച തുടരില്ല. ആദ്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നൊരു കാര്യം, ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി പൊതുമേഖലയിലുള്ള ഖനനം അവസാനിപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയത് AK ആന്റണിയാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ UDF-നാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധമെന്നാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട്. ഭയങ്കരം തന്നെ. രണ്ടാമത്തേത്, കമ്പനിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം RSS-നും BJP-ക്കുമാണെന്നാണ് നിലപാട്. 2 തെളിവ് ഞാൻ ഹാജരാക്കി. 3, കരിമണൽ കമ്പനിയുടെ ഈ പൊതുമേഖലാ ഖനനം അവസാനിപ്പിക്കാൻ സ്വകാര്യ മേഖലാ ഖനനത്തിന് കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ പിണറായി വിജയൻ സർക്കാർ എതിർത്തു. ഇതാണ് ഞങ്ങളുടെ അഭിമാനം. എൻ്റെ പാർട്ടിയുടെ അണികൾ കേൾക്കാനാണെങ്കിൽ മനോരമയുടെ വരിക്കാർ കേൾക്കാനാണ് ഞാൻ പറയുകയാണ്. കരിമണൽ ഖനനം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ എതിർത്തത് P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പാണ്. കേരള സർക്കാരാണ്, പിണറായി സർക്കാരാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു കരാർ, മുഖ്യമന്ത്രിയുടെ മകളാവട്ടെ മറ്റേതെങ്കിലും വ്യക്തികളാവട്ടെ, അത്തരമൊരു കരാർ ആ കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതാണ് CPM-ന്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം,
നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ അത് ആ കമ്പനികളെ ബാധിക്കുന്ന നിയമപരമായ കാര്യങ്ങളാണ്. അത് നിയമപരമായ പരിശോധന വേണം. നിയമപരമായ പരിശോധന ആവശ്യപ്പെടുന്ന വിധം വീണ വിജയൻ ഈ രാജ്യത്തെ ഒരു നിയമപ്രക്രിയയിലേക്കും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അവരുടെ കമ്പനിയോ അവരോ ഒരു നിയമപ്രക്രിയയിലും ഉൾപ്പെട്ടിട്ടില്ല. അവരും അവരുടെ കമ്പനിയും ഉൾപ്പെടാത്തൊരു നിയമപ്രക്രിയയിലേക്ക് അവരുടെ പേര് വലിച്ചിഴക്കാൻ RSSന് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള IT വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ സൂത്രപ്പണി കാണിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി അപമാനിക്കാൻ കള്ളക്കാര്യങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ വ്യക്തത വേണ്ടത് ഒരു കാര്യമാണ്. നിങ്ങൾ ഈ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടുകൾ സുതാര്യമാണെന്നും ദുരൂഹതയില്ലാത്തതാണെന്നും CPM സാക്ഷ്യപ്പെടുത്തിയതല്ലേ? അത് CPMന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണോ? ശരിയാണ്. CPMന്റെ ബോധ്യം എന്താണ്? CPMന്റെ ബോധ്യം അനുഭവത്തിൽ നിന്നാണ്. എന്താണ് അനുഭവത്തിൽ നിന്ന് ബോധ്യം? ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ ആക്രമിക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. K. നായനാരുടെ മകൻ ആക്രമിക്കപ്പെട്ടു. നിങ്ങൾക്ക് വസ്തുതാപരമായി ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ സുതാര്യമാണെന്നും ദുരൂഹതയില്ലെന്നും CPM എന്ന പാർട്ടിക്ക് വസ്തുതകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണോ? അവിടെയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും കരാറുകളുടെ മേലെ നിയമാനുസരണമുള്ള ഒരു കരാറിന്റെ മേലെ ബോധ്യപ്പെടാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കില്ല. ആർക്കാണുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത്തരം കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ രാജ്യത്താർക്കാണ്? ആർക്കാണ്? ഞാൻ പറയട്ടെ, CPMന്റെ ഒരു കമ്മിറ്റി കൂടുകയാണ്. അല്ല, ആർക്കാണ്? ആ കമ്മിറ്റിയിൽ ഒരു കൂട്ടർ കരാർ കൊണ്ടിരുന്നു. അല്ല, അത് മനസ്സിലായി. നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, അത് വ്യക്തമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കരാറുകൾ ദുരൂഹമാണോ? ഷാനിയെ വെല്ലുവിളിക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അനിൽകുമാർ, ഈ കരാറുകൾ ദുരൂഹമാണോ സുതാര്യമാണോ എന്ന് തീർപ്പാക്കാനുള്ള അധികാരം ആർക്കാണ്? അധികാരം ആർക്കാണ്? CPMനില്ല. പറയണേ, ആര് പറയണം? കമ്പനി ലോ ബോർഡ് പറയണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാണ്? കമ്പനി ലോ ബോർഡിനാണ് അധികാരം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അത് കമ്പനി ശ്രീകുമാർ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തെ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? എനിക്ക് പറയാമോ? ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രശ്നമാണെന്നും ദുരൂഹമാണെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കരാർ നിയമപരമല്ല, ഏതെങ്കിലും ഒരു കരാർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് കരാറിലെ ഇരു കക്ഷികളെ കേട്ട് തീരുമാനിക്കേണ്ടത്? വീണ വിജയന്റെ കമ്പനിയാണെങ്കിൽ വീണ വിജയന്റെ കമ്പനിയും CMRL തമ്മിൽ തർക്കം വന്നാൽ അത് കേട്ട് തീരുമാനിക്കേണ്ട തർക്കമില്ലല്ലോ. അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയുമില്ലല്ലോ. ഞാനൊന്ന് കിടക്കട്ടെ. അവർ തമ്മിൽ നടന്ന ഒത്തുകളിയാണ്, കള്ളപ്പണം വെള്ളപ്പണമാക്കിയതാണ് എന്ന് പറയുന്നു. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും ഇല്ല. അവർ തമ്മിൽ പ്രശ്നമില്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കള്ളപ്പണം വെള്ളപ്പണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിനാണോ? ഉണ്ടോ? നിങ്ങളിപ്പോ എഴുതി വെച്ചിട്ടുള്ള ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന് അങ്ങനെ എന്തെങ്കിലും കുറച്ച് പരിമിതമായ അധികാരമുണ്ടോ? അധികാരം നിങ്ങൾ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? പരിമിതമായ അധികാരമുണ്ടോ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്? ഈ കരാറിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ബോർഡിന് ഈ കരാറിൽ പ്രശ്നമുണ്ട് എന്ന് പറയാൻ പിന്നെ ആർക്കാണ് അധികാരം? ഓക്കെ, പിന്നെ ആർക്കാണ് അധികാരം? ശ്രീ അനിൽകുമാറിന്റെ അറിവിൽ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? വിധി പറയേണ്ടത് ആരാണ്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.